ഇന്ന് നമ്മൾ സീൻ ആണ് പഠിക്കുന്നത്. സീൻ, സീൻ, ഷീൻ, രണ്ട് അക്ഷരങ്ങൾ. സീൻ രണ്ട് നിബ്രകൾ, ആദ്യം രണ്ട് കുനിപ്പുകൾ ഇട്ടിട്ട് പിന്നെ ഒരു നൂനും. കുനിപ്പ് പറഞ്ഞാൽ ഇതാ കുനിപ്പിടാറുണ്ടല്ലോ, കുനിപ്പ്, രണ്ട് കുനിപ്പിടുക. ഒന്ന് ചെറിയ കുനിപ്പും മറ്റൊന്ന് വേറെ കുറച്ച് വലിയ കുനിപ്പും. നിബ്ര എന്നൊക്കെ പറയാം. ഇങ്ങനെ രണ്ട് നിബ്രകൾ ഇട്ടിട്ട് അടിയിലേക്ക് ഒരു നൂന്. ഇതാണ് സീൻ. ഇതിന് മുകളിൽ പുള്ളിട്ടാൽ എന്തായി? ഷീനായി. ഒന്നുകൂടി കാണിച്ചാൽ വര വരയ്ക്കുക, വരമ്പല ഇതങ്ങനെ പഠിക്കണം. ഈ ഫസ്റ്റ് ഇടുന്ന നിബ്ര അത് അറബിയിൽ 7 എഴുതുന്ന ശരിയായ രൂപമുണ്ടാവും. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് വലിയ നിബ്ര ഇടുക, ഒരു നൂന്. സീൻ ഒന്ന് കാണിച്ചാൽ സീൻ. ഇതിന്മേൽ നമ്മൾ എന്തിടുക? പുള്ളിയിട്ടാൽ ഷീനായി. ഇതാണ് ഷീന്, പുള്ളിയിടാൻ സീൻ. അപ്പം രണ്ട് നിബ്രകളും ഒരു നൂനും ചേർന്നതാണ് സീൻ അല്ലെങ്കിൽ ഷീൻ. ഇത് അപ്പം ഇത് അടിയിക്ക് വരണം, വരൻ്റെ അടിയിക്ക് വരണം, മറ്റു രണ്ട് മുകളിൽ വരണം. ഇനി ഇത് നീട്ടി ചെയ്തും വരക്ക് ഒപ്പിച്ച് ചെയ്തും അതെപ്പോഴാ? ശേഷം വേറൊരു ഹർഫ് വരികയാണെങ്കിൽ വാവ്, വാവ് കൂട്ടി. നീ വേറെ ഏത് അക്ഷരം എടുക്കുക? സബൂറ ചെയ്തോട്ടിക്കളി. അപ്പം സീൻ എഴുതിയിട്ട് ഭാഗമേ കൂട്ടിയോ ഉണ്ടോ? അങ്ങനെ എഴുതി വെക്കും, മനസ്സിലായില്ലേ? അപ്പം ഇത് എന്ത് ചെയ്യൂല, താഴേക്ക് ഇറങ്ങില്ല. അവസാനം വരുന്ന സീനാണെങ്കിൽ മാത്രമാണ് വരൻ്റെ അടിയിലേക്ക് ഈ ഭാഗം ഇറങ്ങുകയുള്ളൂ. സീനും ഷീനൊക്കെ അങ്ങനെ തന്നെ. ഇതിൻ്റെ ഈ സീനിൻ്റെ തലഭാഗം, ഇതിന് റേഴ്സ് എന്ന് പറയും തലഭാഗത്തിന്. ഇതിന് ജിസ്മി എന്ന് പറയും. അപ്പോൾ ജിസ്മ് വരയുടെ അടിയിലേക്ക് ഇറങ്ങി നിൽക്കണം. ചേർത്ത് എഴുതുകയാണെങ്കിൽ ജിസ്മ് നേരെ തന്നെ എഴുതി പോകുന്നതാണ്. ഇത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് ചേർത്ത് എഴുതുമ്പോൾ അവസാനം വരുന്ന യാവിലേക്ക് ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ വരിക. ഇവിടെ റേഴ്സ് വരും. റേഴ്സ് ഇട്ടിട്ട് പിന്നെ യാ ആണ് ചെയ്യുക അവസാനം. അപ്പോൾ പിന്നെ അതിന് വേറെ ജിസ്മ് ഇങ്ങനെ നമ്മൾ നൂലിടുന്നത് പോലെ ഇടേണ്ട ആവശ്യമില്ല. ഈ യാവിൻ്റെ തുടക്കം അതിൻ്റെ ജിസ്മാക്കി കണക്കാക്കുന്നതാണ്, മനസ്സിലായില്ലേ? അവസാനം വരുന്ന യാവിന് ചേർത്ത് എഴുതുകയാണെങ്കിൽ യാവിൻ്റെ തുടക്കം ഇതിൻ്റെ ജിസ്മായി കണക്കാക്കിയിട്ട് യാ എഴുതും. അപ്പോൾ ഇത് ജിസ്മേത തന്നെയാണ്, യാവിൻ്റെ തലേതാവ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ പിന്നെ സെപ്പറേറ്റ് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതിയിട്ട് പിന്നെ യാവിൻ്റെ ആവശ്യം ഇല്ല. ഇതാണ് ഒരു കാര്യം. പിന്നെ ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ റാവ് സായി, അതിൽ ഒന്നാമത്തെ റാവിന് നമ്മൾ പേര് പറഞ്ഞത് ആദിയ എന്നാണ് ഇന്നലെ പറഞ്ഞത്. ആദിയ, ആദിയ എന്നുള്ളൂ കേട്ടോ. ഇതൊക്കെ വരെയുള്ള നോട്ട് പുസ്തകത്തിൽ എന്ത് ചെയ്യുക, എഴുതി ഇങ്ങനെ പഠിക്കണം. ഇങ്ങനെ ഇതാ അലിഫ്, ബ, ത, സ, ജീം, ഹ, ഖ, ന, ദാൽ, ദാൽ, റാ, സായ്, സീൻ, ഷീൻ. ചെറുതാക്കി ഒപ്പിച്ച് ചെയ്ത സ്ഥലത്ത്, അതുകൊണ്ട് നിയമങ്ങൾ ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. സീൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, 7 പോലെ ഒരു നിബ്രയും കുറച്ച് വലിയ നിബ്ര. അപ്പോൾ 7 പോലെ നിബ്ര ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് മറ്റേ നിബ്രക്ക് വേണ്ടി കയറണം. ഉണ്ടോ? 7 പോലെ നിബ്ര കയറിയിട്ട് കുറച്ച് വലിയ നിബ്ര. ഉഷാറാവട്ടെ എല്ലാവരും.